നമ്മുടെ യൂണിവേഴ്സിൽ ഭൂമിയെ പോലെ ഒരുപാട് ഗ്രഹങ്ങളും ചന്ദ്രനെ പോലെ ഒരുപാട് ഉപഗ്രഹങ്ങളും സൂര്യനെ പോലെ ഒരുപാട് നക്ഷത്രങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിൽ ഏതാണ് ഏറ്റവും ചെറുത്, അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ഏതാണ് ഏറ്റവും വലുത്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുമോ? ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഈ വീഡിയോയിൽ ഇതെല്ലാം നിങ്ങൾ അറിയും. ഇതിൽ ആദ്യത്തേതാണ് മൈമസ്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ആളാണ് മൈമസ്. മൈമസ് സാറ്റേൺ അഥവാ ശനി എന്ന ഗ്രഹത്തിന്റെ ഒരു ഉപഗ്രഹമാണ്. മൈമസ് കൂടാതെ ശനിക്ക് 83 ചന്ദ്രനുകൾ വേറെയുമുണ്ട്. 1789 മൈമസിനെ മനുഷ്യൻ കണ്ടുപിടിച്ചത്. 490 കിലോമീറ്റർ വലിപ്പമാണ് ഇതിനുള്ളത്. സിറിസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വ എന്ന ഗ്രഹത്തിനും വ്യാഴം എന്ന ഗ്രഹത്തിനും ഇടയിലായിട്ടാണ്. 980 കിലോമീറ്റർ വ്യാസമാണ് ഇതിനുള്ളത്. യൂറോപ്പ. ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിന്റെ 4ാമത്തെ വലിയ ചന്ദ്രനാണ് യൂറോപ്പ. യൂറോപ്പ് മുഴുവനും ഐസ് കൊണ്ടും ജലം കൊണ്ടും കവർ ചെയ്തിരിക്കുകയാണ്. യൂറോപ്പയെ കുറിച്ച് പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 1560 കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. അടുത്തത് നമ്മുടെ അയൽക്കാരനായ ചന്ദ്രനാണ്. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ചന്ദ്രൻ ഉണ്ടായതെന്ന് സയന്റിസ്റ്റുകൾ പറയുന്നത്. 3500 കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. മനുഷ്യൻ ഇതുവരെ സന്ദർശിച്ചിട്ടുള്ള ഏക ഗ്രഹമാണ് ചന്ദ്രൻ. 12 പേരാണ് ഇതുവരെ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളത്. അവസാനമായി ചന്ദ്രനിലേക്ക് പോയത് 1972 കലിസ്റ്റോ. ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിന്റെ ഏറ്റവും വലുപ്പമേറിയ 2ാമത്തെ ഉപഗ്രഹമാണ് കലിസ്റ്റോ. ഇതിന്റെ വ്യാസം 4800 കിലോമീറ്റർ ആണ്. മെർക്കുറി. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹവുമാണ് മെർക്കുറി. 4900 കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. ഗനിമെഡി. ജൂപ്പിറ്ററിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗനിമെഡി. ചന്ദ്രന്റെ ഇരട്ടി ഭാരമുണ്ട് ഇതിന്. സ്വന്തമായി മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഒരു ഉപഗ്രഹം കൂടിയാണ് ഗനിമെഡി. 6200 കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. ചൊവ്വ. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ 2ാമത്തെ ചെറിയ ഗ്രഹമാണ് മാർസ്. ചൊവ്വയിലെ ഈ ചുവന്ന നിറത്തിന് കാരണം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന അയൺ ഓക്സൈഡ് ആണ്. 6800 കിലോമീറ്റർ വ്യാസമാണ് ചൊവ്വയ്ക്കുള്ളത്. വീനസ് അഥവാ ശുക്രൻ. ഇതുവരെ കണ്ടെത്തിയിൽ ഭൂമിക്ക് സമാനമായ വലുപ്പമുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം കൂടിയാണ് ശുക്രൻ. ശുക്രന്റെ അന്തരീക്ഷം മുഴുവനും പൊടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ശുക്രന്റെ പ്രതലത്തിലെ മർദ്ദം ഭൂമിയിലെ പ്രതലത്തിലെ മർദ്ദത്തേക്കാൾ 92 മടങ്ങ് ഇരട്ടിയാണ്. 564 ഡിഗ്രി സെൽഷ്യസ് ആണ് ശുക്രനിലെ ചൂട്. സൗരയൂഥത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. 12000 കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. ഭൂമി. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 148 മില്യൺ കിലോമീറ്റർ ആണ്. 100 km/h എന്ന കോൺസ്റ്റന്റ് വേഗതയിൽ ഭൂമിയിൽ നിന്നൊരു കാർ സൂര്യനിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ 169 വർഷം എടുക്കും അതിനെ സൂര്യനിലേക്ക് എത്താൻ. പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരാൻ 8 മിനിറ്റ് മാത്രം മതി. 13000 കിലോമീറ്റർ ആണ് ഭൂമിയുടെ വ്യാസം. ക്ലെപ്റ്റർ 22b. ക്ലെപ്റ്റർ എന്ന സ്പേസ് ടെലസ്കോപ്പ് ആദ്യമായി കണ്ടെത്തിയ ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഇത്. സൂര്യനെ പോലെ ഒരു നക്ഷത്രം ഇതിനുണ്ട്. അതിന്റെ പേരാണ് ക്ലെപ്റ്റർ 22. നമ്മളിൽ നിന്ന് 620 പ്രകാശവർഷം അകലെയാണ് ഈ ഗ്രഹം ഉള്ളത്. ഹാബിറ്റബിൾ സോൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭൂമിയെക്കാളും ഇരട്ടിയിലധികം വലുപ്പം ഈ ഗ്രഹത്തിനുണ്ട്. 30000 കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. അടുത്തത് നെപ്റ്റ്യൂൺ എന്നൊരു തണുപ്പൻ ഗ്രഹമാണ്. 50000 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഗ്രഹത്തിൽ ഡയമണ്ട് മഴയായി പെയ്യുന്നുണ്ട്. നെപ്റ്റ്യൂണിനേക്കാൾ അല്പം വലിപ്പം കൂടിയ ഗ്രഹമാണ് യുറാനസ് എന്ന ഗ്രഹം. സൂര്യനിൽ നിന്ന് 7ാം സ്ഥാനത്താണ് യുറാനസ് ഉള്ളത്. സൗരയൂഥത്തിലെ ഏറ്റവും പുറകിൽ സ്ഥിതി ചെയ്യുന്ന നെപ്റ്റ്യൂണിനേക്കാൾ തൊട്ടു മുമ്പിലാണ് യുറാനസ് ഉള്ളത്. 51000 കിലോമീറ്റർ വ്യാസമാണ് ഇതിനുള്ളത്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലുപ്പമേറിയ ഗ്രഹം ജൂപ്പിറ്റർ ആണ്. ഇതിന്റെ വലുപ്പം പോലെ ഇതിന്റെ മാസും വളരെ കൂടുതലാണ്. ബാക്കിയുള്ള എല്ലാ ഗ്രഹത്തിന്റെയും മാസ് എടുത്താൽ അതിന്റെ ഇരട്ടിയിലാണ് ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിന്റെ മാസ്. 1,40,000 കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. പ്രോക്സിമ സെഞ്ചുറി. സൂര്യൻ കഴിഞ്ഞ് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ. സൂര്യനിൽ നിന്ന് 4 പ്രകാശവർഷം മാത്രം അകലെയാണ് ഇതുള്ളത്. ഈ നക്ഷത്രം സെക്കൻഡിൽ 17 കിലോമീറ്റർ എന്ന വേഗതയിൽ സൂര്യനിൽ നിന്ന് അകന്നു പോകുകയാണ്. 2 ലക്ഷം കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. 𝗺𝗶 ഒരു എക്സോപ്ലാനറ്റ് ആണ്. 2005 ഇതിനെ കണ്ടെത്തിയത്. 495 ലൈറ്റ് അകലെയാണ് ഇതുള്ളത്. ഇതിനെക്കുറിച്ച് അധികമൊന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. 5 ലക്ഷം കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ. ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം കൂടിയാണ് സൂര്യൻ. ഭൂമിയേക്കാൾ 109 മടങ്ങ് വലിപ്പമുള്ള സൂര്യന് 14 ലക്ഷം കിലോമീറ്റർ വ്യാസമുണ്ട്. സിറിയസ് എ. രാത്രി നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രകാശത്തോടെ തിളങ്ങുന്ന നക്ഷത്രമാണ് സിറിയസ് എ. 86 ലൈറ്റ് ഇയർ അകലെയാണ് ഈ നക്ഷത്രം ഉള്ളത്. 200 മുതൽ 300 മില്യൺ വർഷങ്ങൾ മാത്രമാണ് ഈ നക്ഷത്രത്തിന്റെ പ്രായം. സൂര്യന്റെ ഇരട്ടി വലിപ്പമുള്ള സിറിയസ് എ എന്ന ഈ നക്ഷത്രത്തിന് 25 ലക്ഷം കിലോമീറ്റർ വ്യാസമുണ്ട്. ആർക്ട്രസ്. രാത്രിയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും ബ്രൈറ്റ്നസ് ഉള്ള 4ാമത്തെ നക്ഷത്രമാണ് ആർക്ട്രസ്. 37 ലൈറ്റ് ഇയർ അകലെയാണ് ഇതുള്ളത്. 3,60,00,000 കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. റീഗൽ. ആർക്ട്രസിനേക്കാൾ 3 ഇരട്ടി വലുപ്പമാണ് റീഗലിന് ഉള്ളത്. രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ നീലനിറമായി തോന്നുമെങ്കിലും നീലയും വെള്ളയും കലർന്ന നിറമാണ് റീഗലിന് ഉള്ളത്. 860 പ്രകാശവർഷം അകലെയാണ് ഇതുള്ളത്. 9,70,00,000 കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം. 130 കോടി കിലോമീറ്റർ വ്യാസമുള്ള ബാറ്റിൽ ജീനസ് എന്ന നക്ഷത്രം രാത്രികാലത്ത് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രകാശമേറിയ 10ാമത്തെ നക്ഷത്രമാണ്. 𝗺𝗁
പൃഥ്വി. ഇത് നമ്മളിൽ നിന്ന് 9007 കിലോമീറ്റർ ലൈറ്റ് ഇയർ അകലെയാണുള്ളത്. 160 കോടി കിലോമീറ്റർ വ്യാസമാണ് ഇതിനുള്ളത്. സ്റ്റീഫൻസൺ 218 മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വലിയ നക്ഷത്രം. 2000 ലൈറ്റ് ഇയർ അകലെയാണ് സ്റ്റീഫൻസൺ ഉള്ളത്. 260 കോടി കിലോമീറ്റർ വ്യാസമാണ് ഇതിന് ഉള്ളത്. നിങ്ങൾ ഒരു പ്ലെയിനിൽ 100 km/h എന്ന വേഗതയിൽ ഈ നക്ഷത്രത്തിന്റെ അടുത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ 1072 വർഷം എടുക്കും അങ്ങോട്ടെത്താൻ. ഇനി നമുക്ക് നമ്മുടെ സൂര്യന്റെ ഒന്ന് നോക്കാം. നോക്കൂ, എന്ത് ചെറുതാണ് അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.